നമ്മള് രാവിലെ തന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെ മലപ്പുറം ഭാഗത്ത് നിന്ന് വെള്ളിയാഴ്ചയാണ് കുഞ്ഞോളെ. ബീഫ് വാങ്ങും അങ്ങനെ ചൂടാറേ ചിലപ്പോ ഞങ്ങൾ കുടിച്ചില്ല. ഞാൻ പിന്നെ എനിക്ക് എപ്പോഴും ഫ്രഷിന്റെ ആളായ ഫ്രഷ് വേണം. എനിക്ക് ചൂടാറിയ പാല്, പിന്നെ അതേപോലെ ഉണങ്ങിയ മുന്തിരി, ഉണക്കമുന്തിരി ഒന്നും തിന്നൂലല്ലേ ഞാൻ. അതേപോലെ ഉണക്കമീൻ തിന്നൂല. കാരണം എനിക്കൊക്കെ നല്ല ഫ്രഷ് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ ഇബ്രാഹിമിന്റെ സ്കൂൾ കേട്ടോ. എവിടെയാണ് നിങ്ങളെ മീറ്റിംഗ് എവിടെ നടക്കണേ? ആദ്യം എവിടക്ക പോണേ? ഓന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോളേ, ഇബ്രുവിന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോ പാഞ്ഞു പോയേക്കല്ലേ. നമ്മൾ അബ്രുവിന്റെ ക്ലാസ് കേട്ടോ പോണ ഗൈസ്. അപ്പൊ ഞാൻ നോക്കണ്ട കണക്ക് ഭാഗം. ഇത് 50 ഇതെന്താണ്? ഭയങ്കര ഇഷ്ടം. അത് സ്കൂളാണ്, വീടല്ല. അവിടെ നോണ പറയാൻ പറ്റില്ല. ഞാനെന്താ നോണ പറഞ്ഞേ? CC ക്യാമറ ഇതൊക്കെ ഞാൻ അങ്ങനെ ഗൈസ് നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണല്ലോ. എന്താ വർത്താനം? ക്ലാസ്സിന്ന് കൊണ്ടുവന്നത് ഓനെ പോരുന്നില്ലായിരുന്നു കണ്ട് നിക്കീനി. അവിടെ ആയിരുന്നു ഓന്റെ മിസ് വിളിച്ചീനി. എന്താണ് അജ് സ്കൂൾ വിട്ടാണ് ബസ്സിൽ കയറൂലെന്ന് പറഞ്ഞു. വരുന്നല്ല, നമ്മളൊപ്പം പോകാന്നാ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഒപ്പം പോകാന്നാ പറഞ്ഞു. ഡ്രസ്സും ബാഗൊക്കെ കൂടെ വെച്ചിട്ട് മീറ്റിങ്ങിന് പോകുമ്പോ അങ്ങനെ പോവുക അല്ലെ ഇബ്രാഹിമേ? ചോദിച്ചോക്കോനോട്. അവനൊക്കെ അങ്ങനെ പോയിനി അത് അല്ലേ? പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോവല്ലേ? എവിടുന്ന് എവിടുന്ന്? എന്താ കുട്ടിന്റെ പേര്? ഇങ്ങോട്ട് നോക്കി പറയ്. ആദിഷ് ദേവോ? ആൺകുട്ടിയാ? കമ്പനിയാ? പുതിയ കമ്പനിനെ കിട്ടിയെന്ന് പറഞ്ഞേ. അനക്കോ? അങ്ങനെ ഗായ്സ് എന്താ അബിരി ഓളിച്ച് നടക്കണേ? എന്താണ് ഇഷുമ എവിടെയാണ് ഇപ്പച്ചിന്റെ കുട്ടി? ഇപ്പച്ചിന്റെ കുട്ടിയല്ലേ, കുട്ടിനെ നിർത്താൻ. പിന്നെ എന്തിനാണ് എന്നെ കാക്കൊളിച്ച് നടക്കുന്നത് ഓള്? ടിഷുമ ഇതാ ഇബ്രുവിനുള്ളത്. പച്ച ട്രൗസറും അതിൻ്റെ അതേ ചിത്രം ഇവിടെ ഗ്രീന് ഇമോജില്ലേ ചിത്രല്ലേ. ഇതൊക്കെ ഇട്ടങ്ങനെ പൊള്ളിക്കും ഇബ്രു. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കും എന്നെ കേട്ടോ. മീഷോന്നാണ് ഗൈസ്. നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇങ്ങനെ കുറെ കുട്ടികളുണ്ടാവും പൈന്നെടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് അല്ലേ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതിനങ്ങനെ നിർത്താനായിട്ടില്ല ഇബ്രാഹിം. അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങളെ കുഞ്ഞോക്ക് ഇപ്പൊ സദ്യ കഴിക്കണം പറഞ്ഞാണ്ട് സദ്യ കഴിക്കും വേണം. പിന്നെ ഇന്ന് അബ്രുവിൻ്റെയും ഇബ്രാഹിമിന്റെയും പാരന്റ്സ് മീറ്റിംഗ് ആണ് സ്കൂളിൽ. അപ്പൊ അതിനും പോകണം. പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. പക്ഷേ ഇന്ന് നേരം വൈകിട്ട് ഇന്ന് സദ്യ കൊള്ളാവുന്ന തോന്നുന്നു. പൈച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഉള്ള കത്തിക്കാളുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കാര്യമില്ല. കാരണം നേരം വൈകി ആണ്ടാണ് പോണത്. എന്ത് സദ്യ ഫുഡ് എന്തേ തിന്നാലോന്ന് ആരാ പറഞ്ഞേ? ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എവിടെ ആവുത് കുഞ്ഞ്? ഐശ്വര്യ റായി റെഡി ആയിക്കണേ. പാൻറ് താത്തിട്ടടാ. പാൻറ് അങ്ങനെ കയറ്റിട്ട അയച്ച് ഷൂട്ടപ്പ് പൊന്തിയാണ്. അത് താത്തിക്കളപ്പളേ ഇങ്ങനെ വലിയ ഇതാക്കണ്ടപ്പത്. ഒന്ന് കാല് പൊന്തിച്ചുമ്പോ ഒക്കെ എത്തിക്കണ്ടോ. ഞങ്ങൾ പറയാന്നെ തല്ലാൻ പറയാന്നെ. അങ്ങനെ പറയോ അബ്രോ? എന്ത്
പാം ചോദിച്ചു പഠിച്ചലുണ്ടോന്ന്. വീട്ടിൽ നിന്ന് പഠിക്കലുണ്ടോന്നോ? ആ ഞാൻ പറഞ്ഞു ആന്ന്. എന്തിനാന്നോണ അറിയണ അപ്പൊ പഠിക്കലുണ്ടോ? ഫുൾ ടൈം ടി വി ആണല്ലേ? ചില ദിവസം പഠിച്ചു. എന്നാ ഇനി പോവല്ലേ ജിബ? TV ഇടാനായിക്കുന്നേ. പോരുന്നുണ്ടോ ജി? പോരുണ്ടേ പോരടി. ആ ഞാൻ ബുദ്ധിച്ചല്ല കുട്ടീനാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഉള്ളില് ലോക്ക് അയക്കണോ നോക്ക്. ഒന്നും അറിയില്ല ഈ കാക്കോല്. അതാ അതിന് ആരെങ്കിലും ചെത്തലാള് ആരെങ്കിലും ഇതാക്കിയേക്കും. ആണ് ഇവിടെ ഉണ്ടാവുമ്പോ നമ്മളതൊക്കെ ആദ്യം മുൻകൂട്ടി നോക്കണം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ പാരന്റ്സ് മീറ്റിങ്ങിന് പോവാണ്. കള്ളന്മാരൊന്നും കയറരുത്. ഓക്കെ. പിന്നെ അതേപോലെ ഇവിടെ ഓറഞ്ച് അല്ലട്ടത്, ഇത് പാൽക്കുപ്പിയാണ്. ഇത് മണ്ടിച്ചെന്നാണ് മഞ്ഞ കീസ് ഉണ്ടാണ് പാഞ്ഞെന്ന് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ കുട്ടികളൊക്കെ പോരി. കുട്ടീനെ ശരിക്കും പിടിച്ചു ഇബ്രുക്കാക്കൂന്റെ സ്കൂൾക്ക് പോകാണെന്നേ ടിഷേ അല്ലേ? ഇബ്രുക്കാക്കൂന്റെ അബ്രുക്കാക്കൂന്റെ എന്താ കാട്ടണേ? അതിമ തട്ടണ നോക്കട്ടോ ബൈക്കുമ്മേ. കുട്ടീനെ വാങ്ങിക്കോ. ഓൻ്റെ അടുത്തുനിന്ന് ആവുമ്പളേ അത് പിടിച്ചോ. കൊളത്തി ആദ്യമേത്തി അല്ലേ ഗൈസ്? മൈക്കൊക്കെ എങ്ങനെ കൊണ്ടിടക്കണ്ടേന്ന് അറിയില്ല. മാറിക്ക്. ബാക്ക് എടുക്കേണ്ടി വരുമോ? തുറക്കാനല്ലേ നടക്ക്. ബാക്കിലില്ലല്ലോ ജി? ഇല്ലല്ല. കറിക്കോ ഇപ്പൊ തുള്ളണോള്. ആ പോകല്ലേ എങ്ങോട്ടോ? പോകാൻ നേരത്തെ ഇപ്പച്ചിനെ സോപ്പ് ഇട്ടാല് ഗേറ്റ് നമുക്ക് അടക്കാം പോലെ. ഗേറ്റ് നമുക്ക് അടക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഇബ്രാഹിമിന്റെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിമിന്റെയും അബ്രഹാമിന്റെയും സ്കൂളിലേക്ക് ഞങ്ങൾ വാഹനം ഇവിടെ ആണെങ്കിൽ പാർക്കിംഗ് വരെ ഇല്ല ഗൈസ്. കുട്ടികളെ കൊണ്ടും 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയാണ് ഫാമിലിനെ കൊണ്ടും നിറഞ്ഞിരുന്നില്ലേ? LKG UKG LKG UKG നമ്മള് കറക്റ്റ് നമ്മൾ വന്നപ്പോ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അവിടെ. 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഒക്കെ എന്നാ വീട്ടിന്. പിന്നെ പത്ര തന്നെ ഉള്ളു ഇവിടെ. ഇവിടെ +1 ഒക്കെ അല്ലേ? +1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്താ ബ്രോ എന്തൊക്കെ ഇബ്രോ എന്തൊക്കെ കിരി പറയുന്നത്? മീറ്റിങ്ങിനാണ് വന്നിക്കണത്, അല്ലാതെ ചായ അടിച്ചാണല്ലോ വന്നിക്കണത്. അതും ഇതെന്താ ബന്ധം? അതിനാ അവിടെ പറയേണ്ട ആവശ്യം? സ്കൂളാണ് ഗൈസ് കാണുന്നത്. സെന്റ് ഫ്രാൻസിസ്. എന്താ ബ്രോ എന്റെ സ്കൂളിന്റെ പേര്? എടാ ഡോർ തുറക്കുമ്പോൾ ഈ ഭാഗത്ത് കൂടെ ഇറങ്ങിയാ മതിട്ടോ. ആ ഭാഗത്ത് തുറക്കരുതേ. കൊണ്ട ഞാൻ ഇറങ്ങട്ടെ. അല്ല അജോടെ കുത്തിർക്ക ഇരിക്കണോ ഞാനിവിടെ? ആണേ കുത്ത. പോലെ സെറ്റല്ലേ ഗൈസ്? അപ്പോൾ ഇതാണ് നമ്മളെ ഇബ്രാഹിമിൻ്റെ സ്കൂൾ കേട്ടോ. എവിടെയാണ് നിങ്ങളെ മീറ്റിംഗ് എവിടെ നടക്കണേ? ആദ്യം എവിടേക്ക് പോണേ? ആദ്യം 1ാം ക്ലാസ്. ടിഷ വലിച്ചണോ കേട്ടോ? ടിഷ അതിന് കളിക്കണ്ട്. അറിയാത്തോളം അതിരി നിൽക്കണെന്നിട്ടേ ശ്രദ്ധിച്ചോണ്ട്. ആ അതെ അവിടെ നടക്കട്ടെ. ജിബ്രാനെ അടുത്ത ആഴ്ച ജിം വരാനുള്ള കേട്ടോ. അടുത്ത മാസം മുതൽ ഈ സ്കൂൾക്ക് എന്ത് ജൂനായി വരില്ലേ? ജൂനായി വരില്ലേ?
അബ്രു വരില്ലേ? അബ്രു വരലുണ്ടല്ലോ അല്ലേ? ഇതാണ് അപ്പൊ ജിബ്രാന്റെ സ്കൂളിലെ. ഇബ്രാഹിമിന്റെ ക്ലാസ് എവിടെ? ഇബ്രാഹിമിന്റെ ക്ലാസ് എവിടെ? കളിക്കാനല്ലേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വാ വാ. ഡാ ഇബ്രോ ഇവിടെ വാ. ഓന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോളേ, ഇബ്രുവിന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോ പാഞ്ഞു പോയേക്കല്ലേ. ഇവന്റെ പേരെന്താ? അർസദീബോ? അർസദീബ്. എന്നാ ഞങ്ങളെ ടീച്ചറെ കണ്ടിട്ട് വരാട്ടോ. ഓക്കെ, വന്നോ? പോയോ? എവിടെയാണ്? ഇബ്രാഹിമേ, എൻ്റെ ബുക്ക് തരേ, എൻ്റെ ബുക്ക് എവിടെ? കിട്ടിയോ? ഇരുപതിൽ 19 മെച്ചത്തിൽ തന്നെയാണ്. എത്രയുണ്ട് മാർക്ക്? എത്രയുണ്ട്? ഏതൊക്കെയാണ് പോയത്? 20ൽ 18. ഇംഗ്ലീഷ് എവിടെ? ഇംഗ്ലീഷിലാണോ അവന് വലിയ പ്രതീക്ഷ അല്ല എന്ന് പറയുന്നത്? ഏതാ 20ൽ 20? ഇംഗ്ലീഷ് 2020യോ? ദിലീപിന്റെ സിനിമ വരാണ്ട് വേറെ ഏതാണ് സ്പെല്ലിങ് എഴുതിയത്? തെറ്റാണ് പറഞ്ഞേ. എന്നിട്ട് ശരിയാണല്ലോ ഇട്ടേക്കണത്. ഇബ്രോ, എന്താണ് എന്നെ കുറിച്ച് ടീച്ചർ പറഞ്ഞത്? പറയുമ്പോളേ എന്താ പറഞ്ഞേ? നമ്മളെ കുറിച്ചാ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ലീവ് ആക്കിട്ട് ആബ്സെന്റ് ആയിട്ടേ. ഊട്ടിക്ക് ടൂർ പോയിങ്ങാണ്ട് പരീക്ഷ മിസ്സാക്കില്ലേ? ഊട്ടിക്കല്ല, നമ്മളവിടെ പോയില്ലേ വാണിയമ്പലത്ത്, അന്നാണ് എക്സാം. റിസോർട്ട് പോയെന്നല്ലേ? അതിന്റെ ഏതൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും മാർക്കൊക്കെ ഉണ്ടല്ലേ? ഞമ്മൾ അബ്രുവിന്റെ ക്ലാസ് കാട്ടെ പോണ ഗൈസ്. ഇതിൽ കൂടെ പോയിട്ട് പോയാ മതി നിങ്ങളെ. ഞാനൊക്കെ ആയിക്കൂടെ ചിലപ്പോ അപ്പൊ ഗൈസ് ഇനി നമ്മളെ അബ്രുവിന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ LKG ഇങ്ങോട്ടാട്ടോ, ഇത് സെപ്പറേറ്റ് ആക്കിയാണ്ടാണ് LKG ചെയ്തിട്ടുള്ളത് അല്ലേ? എടാ പാൻറ് താത്തടാ. അബ്രു അടക്ക്. അബ്രുവിനെ പഞ്ഞിക്കിടാനേക്കുണ്ട്. അബ്രു അബ്രുവിനെ നോക്കാം. എല്ലാവർക്കും 50ൽ 50. ഇതിന് മാത്രം 50ൽ 46. വേറെ ഉണ്ടല്ലേ പേജുകള്? ഗൈസ് ചെക്ക സൂപ്പറാട്ടോ. 50ൽ 50 കിട്ടിക്കടല്ലോ. അത് 47. കണക്കിൽ പോരാ ചേർക്കാം. അപ്പൊ ഞാൻ അത് നോക്കണ്ട കണക്ക് ഭാഗം. ഇത് 50ൽ 50. ഇതെന്താണ്? ജനറൽ നോളേജാ? EVS തന്നെ? തോളാണ് അബ്രോദില്. ഇതിലേതാണ് തോള്? ഏതാ നിങ്ങളുള്ളത്? ഏതാ ഇതില്? ഇതാണോ നിങ്ങളുള്ളത്? അതാണ് സർക്കിൾ ചെയ്യേണ്ടത്. പോലെ പോവാ. ഇബ്രാഹിമിന്റെ ഓൻ്റെ ഒക്കെ ഒരേപോലെ തന്നെ. ബ്രൂനും 2 20ൽ 20 ഉണ്ട്. ആണാണ് 3 അവന് ആർക്ക്? അതുകൊണ്ട് എനിക്ക് 3 കിട്ടിയത്. അനക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട്? അനക്ക് എത്ര സബ്ജക്റ്റിലെ 3 കിട്ടും? അവന് 4 2 അവന് ഫുൾ മാർക്ക് ഉണ്ട്.
നഞ്ഞു പോവല്ലേ? ഈ കളറൊക്കെ അന്റെ മുടിയാണ് പിടിച്ച് വലിച്ചത്. അടുത്ത കൊല്ലം മുതൽ ഇനി ജിബ്രാന്റെ പേപ്പർ നോക്കാൻ വരണ്ടേ? നമുക്ക് കിട്ടും ഉത്തരൊക്കെ? ഉത്തരങ്ങളൊക്കെ കിട്ടുമോ? എന്താ മട്ടാടി പഠിപ്പിച്ചൊക്കെ കിട്ടിക്കണോ? ആ കൺഫ്യൂഷനാണ് അവന് വന്നിരുന്നല്ലേ? എന്ത് പേപ്പർ കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. പേപ്പർ ഭയങ്കര ഇഷ്ടം. അത് സ്കൂളാണ്, വീടല്ല. അവിടെ നോണ പറയാൻ പറ്റില്ല. ഞാനെന്താ നോണ പറഞ്ഞത്? CC ക്യാമറ ഇതൊക്കെ ഉണ്ട്. ഞാനെന്താ നോണ പറഞ്ഞത്? എന്താണ് ഓനെ പഠിപ്പിച്ച് ABCD ആൽഫബറ്റ്സ് അല്ലേ പഠിപ്പിച്ചു കൊടുക്കൂല. ഞാൻ ടീച്ചറുടെ ഇടയിൽ മെയിൻ ആവാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ, ഞാനും എന്നെ വായിപ്പിച്ചലൊക്കെ ഉണ്ട്. എന്നിട്ട് ഓനൊക്കെ പോവുകയാണ്. എങ്ങോട്ടാണ് ജീ വരുന്ന ഓരോ പൊക്ക പേരും വിളിച്ചാണ് പായിന്. പിന്നെ ക്ലാസ് ലീവാക്കിയാൽ എനിക്ക് തന്നെയാണ് അതിൻ്റെ ഇത്. അതോ എക്സാം ഒക്കെയാണ് ഇജ്ജ് ലീവാക്കണത്. പറ്റ പറയിപ്പിച്ചു അൻഷഫോണിക്കലിൻ്റെ കുട്ടിയാണെന്നുള്ളതേ. ആ പക്ഷെ ഞങ്ങൾ പറഞ്ഞാൽ ഇജ്ജ് ഇതാക്കൂലെന്ന് പറയണ ജി. അവിടെയാണ് എൻ്റെ പവറേ കേട്ടോ. ഇജ്ജവിടെ ഫുട്ബോളൊക്കെ കളിക്കലുണ്ടോ? അതിന് ഓരോന്നും ആൾക്കൂല, ഒന്ന് തൊടാനും കൂടി. ഇതാരാ എൻ്റെ ഫ്രണ്ടാ? നിങ്ങളൊരു ക്ലാസ്സിലാ? യൂട്യൂബ് ചാനൽ ഞാൻ കാണുന്നുണ്ട്. ലൈക്കും കമന്റൊക്കെ അടിക്കട്ടോ. ഇവിടെ നമ്മളെ വണ്ടി. വല്ലാത്തൊരു മീറ്റിംഗ് അല്ലേ? വെയില്. മൂന്നാളും കയറിയപ്പോ ഒക്കെ റെഡിയാണോ? പോകാൻ റെഡി അല്ലേ? ഓക്കെ പോലടിന്നാ. ഞാൻ എങ്ങോട്ടാണ് എൻ്റെ പ്ലാൻ പറഞ്ഞേ? സമയൊക്കെ നല്ലോണം അയക്കണേ. എൻ്റെ ഫോൺ എടുത്ത് നോക്ക്. ഇനി പറ പ്ലാൻ പറ. സദ്യ കിട്ടൂല. ആ ബിരിയാണി കിട്ടുമോ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ വല്ല പൊറോട്ടയും ബീഫോ എന്തെങ്കിലുമൊക്കെ ആക്കാം. ചിഞ്ചുവിന്റെ മേക്കപ്പിന്റെ ഓളെ മേക്കപ്പ് പഠിപ്പിച്ച ഓളെ നമ്മളെ പരിക്കാൻ ഇന്നലെ. അതാ തന്നെ റോസ് ഡ്രസ് ഇട്ടാ അതോ പർദ്ദട്ടോ? പോവാൻ നോക്കാം. എന്താണ് പ്ലാൻ പറയും? പൊറോട്ടയും ചായയും കുടിച്ചാൽ മതിയോ? ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണി ഇന്നാ, അല്ലെങ്കിൽ നമുക്ക് പൊറോട്ട എന്നാ. ബിരിയാണി നോക്കന്നെ വേണേ നോക്ക. പോയോക്കെ ഏതായാലും കേട്ടോ. ഇറങ്ങിക്കോ. സദ്യ തിന്നണം എന്ന ആശയവുമായി എന്ത് ബൈക്കതിൻ്റെ ഉള്ളിൽ പോയാലോ. ഇബ്രെന്താ ഓർഡർ ചെയ്തേ? നെയ്ച്ചോറോ? കുഞ്ഞോള് മൈക്കൊടുത്താ ഇമ്മച്ചിക്ക് മൈക്കച്ചോട്. നെയ്ച്ചോറും ബീഫും. ഇപ്പൊ നെയ്ച്ചോറും ബീഫ് പറഞ്ഞു. ഒരു ഹാഫ് നെയ്ച്ചോറും ബീഫും അല്ലേ? എനിക്കൊരു ഫുള്ള് നെയ്ച്ചോറും ബീഫും. ഓനക്ക് നെയ്യപ്പം ബീഫും. എനിക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി അല്ലേ? ഞങ്ങൾ രണ്ടാളും പിന്നെ എപ്പോഴും ബീഫ്. ഞാൻ ബീഫ് ബിരിയാണി വേണം, ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ഉണ്ടാവില്ല. ചിക്കൻ ഉണ്ടാവും ബിരിയാണിയിൽ, ചോറിലുണ്ടാവും. ഓല് പറഞ്ഞത് ബീഫില്ല, അല്ല ചിക്കൻ ഇല്ല. അതല്ല ചിക്കൻ ഇല്ല പറഞ്ഞത്. എനിക്ക് നെയ്ച്ചോറും ബീഫും കിട്ടിയാ പോരെ? ഇത് വേറെ എന്തൊക്കെ ഉണ്ട് എനിക്ക് നോക്കാം. ബീഫില്ല. എന്താണ്
വെള്ളം ഞാൻ ഒഴിച്ചു തരാം. ഫുള്ളവിടെ ഇനി പിന്നെ 2 നെയ്യപ്പം കൊടുക്കും. അവർ നെയ്യപ്പം കൊടുക്കും ഫസ്റ്റ്. എപ്പടി ഇருக்கு? സൂപ്പർ, അടിപൊളിയാ. കയറിക്കാണി ഇനി വേഗം എടുക്കാൻ വണ്ടി കയറിക്കാണി വേഗം. ഇല്ല നിങ്ങളെ കൊണ്ട് പുറത്തേക്കില്ല. നിജെപ്പള കയറാ? പള്ളർച്ച തിന്നില്ലടി റാഷിദ സിപ്പിയ? പള്ളർച്ച ബിരിയാണിയാണ് വാങ്ങിക്കൊടുത്തു. ഇതെത്ര കുറെ സദ്യ. നമ്മളെ ഫുഡ് പറയുന്നത് ബീഫ് ബിരിയാണിയാ കേട്ടോ. അതിലോ അതിലടി കേസ്. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തിന് ചോറ്റക്ക് കൂട്ടാൻ നമ്മളിന്ന് അയില മീനും കൂട്ടിയാണ്ടാണ് ഇന്ന് ചോറുന്നാൻ പോണത് അല്ലേ? അയില അറിയുമ്പോ അയില മീൻ എന്നാണ് പറയണം. പണ്ടത്തെ ഒരു ഭാഷ ഉണ്ടല്ലോ അയില മീന്. മുന്തിരിയൊക്കെ മുന്തിരി എങ്ങനെ കഴിച്ചു നോക്കിട്ട് അർജുനനെ അപ്പുറത്ത് കൂടെ പോയിക്കോട്ടെ. സാമ്പിളൊന്നും വേണ്ട, ഇതൊരു കവർ കൊണ്ട. ഏയില്ലേ അപ്പൊ ഇതിൽ കൂടെ പോയാൽ മതി. ഇതിൽ കൂടെ സ്ഥലം ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ കുഞ്ഞോളെ? അപ്പൊ ഇന്ന് കുഞ്ഞോൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതെനിക്കുണ്ടാക്കിയതാണോ? പിന്നെ നമ്മ ഇരിക്കണ്ടേ ഓംപ്ലേറ്റാ ഇന്ന്? എനിക്കൊരു ഡബിൾ അടിച്ചുവിടും ഞങ്ങളെ. കോഴിമുട്ടല്ലേ അവിടെ? എനിക്ക് കോഴിമുട്ട പുഴുങ്ങിയേക്ക. അപ്പൊ ഗൈസ് ഞാൻ ഈ ജിമ്മിനൊക്കെ പോകാത്തോണ്ടേ കോഴിമുട്ട പുഴുങ്ങിക്കണേ. ഇങ്ങനെ കോഴിമുട്ട അങ്ങനെ പൊട്ടിയാണ്ട് ഇതാണ് തോന്നണേ. അതിനവിടെ ചെറിയൊരു വിള്ളലുണ്ടെന്ന് തോന്നുന്നു. അത് ചെന്നോണ്ടിട്ടോ ഇച്ച് 2 അങ്ങക്കൊക്കെ ഒന്നാണ്. അപ്പൊ ഞാനതൊന്നുണ്ട്. എന്താ എങ്ങനെ പരിപാടി? ഉള്ളതും കൂടി ഞാൻ തിന്നണേ. ടിഷബേബിന്റെ വരി അനക്കാണല്ലോ അല്ലേ? ഞാൻ അതിനെ ഞാനുള്ള നോക്കണ ഫുൾ ടൈം ആണല്ലോ ഏ. പിന്നെ 5 മിനിറ്റ് പാൽ കൊടുക്കുന്നുള്ള അല്ലാതെ വേറെ എന്തടിക്കും ഇവിടെ കാട്ടലതിനെ. രാവിലെ ഉറക്കം തുൽപ്പാക്കിക്കണോള്. അത് എനക്ക് എന്തൊരളക്കാണ്. വെറും ഞാന് ഒന്ന് ഇരിക്കണോടത്തുനിന്ന് ഒന്ന് കളിച്ചാനൊക്കെ കൊടുത്തെങ്ങാണ്ടേ ഞാൻ മെല്ലെ നീച്ച് പോട്ടെ എഴുതുമ്പോ കളിച്ചാൽ ഒറ്റ എന്നിട്ടാണ് വെറും കൊഞ്ചലായിക്കണിപ്പോ. എന്തോ ഒരു ഇടങ്ങേറുണ്ട്. ഇന്ന് രാവിലെ പാമ്പേഴ്സ് ഫില്ലേറ്റ് അങ്ങനെ അടിക്കണ്ടായ്മ. ഞാൻ പറഞ്ഞു രാത്രി പാമ്പേഴ്സ് ഫില്ലേക്കണേ രാവിലെ നീച്ചാൽ മാറ്റി കൊടുക്കുക. അതിന് പൈസ നോക്കണ്ട, മനസ്സിലായോ? ആ കുട്ടിക്ക് അതിന് അങ്ങനെ ഒരു ഇടങ്ങേറുണ്ട്. കാരണം ഒരട്ടം പാമ്പേഴ്സ് കൊണ്ട് അനുഭവിച്ചാണ് ജിബ്രാന്റെ കാര്യത്തില്. ഒരിക്കൽ കല്യാണക്കുടി ഓർമ്മല്ല എനിക്ക് നീറിയിട്ട് കരഞ്ഞത് എന്താന്നറിയാതെ. ചെറുതായിരുന്നു. പക്ഷെ ടിഷക്ക് ഭയങ്കര ഇതായിക്കണ്. പെൺകുട്ടിയൊക്കെ അങ്ങനെ ആയിട്ടാണ്. പെൺകുട്ടിയൊക്കെ അങ്ങനെ ഉണ്ട് അല്ലേ ഗൈസ്? പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ലേ ഗൈസ്? നിങ്ങളവിടെയൊക്കെ പെൺകുട്ടിയൊക്കെ അങ്ങനെയല്ലേ? ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടായി. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളേ നിക്കണ്ട കേട്ടോ. അവിടെ ക്യാമറ ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ക്യാമറ ഒക്കെ വെച്ചാണ് കോഴിമുട്ട പൊരിച്ചത് തിന്നാണ്. ഇതാണ് ഈ പുഴുങ്ങിയതാണ് പെരും ചൂടുമാണ്. എനിക്കൊരു ഡബിൾ ആംപ്ലേറ്റ് അടിച്ചാൽ നോക്കാം അതേപോലെ രാവിലെ. എനിക്കെന്തൊരു ആഗ്രഹമുണ്ട്. സാധനം ഇല്ലെങ്കിൽ തിരക്കടില്ല ഇല്ലേ? ഞങ്ങളാ മുറിച്ചില്ലേ? അൽഹംദുലില്ലാഹ് പറഞ്ഞോളിട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റിൽ പറഞ്ഞിട്ട് വേണം എനിക്ക് യഹദീകുമുല്ലാഹു ബാലക്കും എന്ന് പറയാൻ. ഓക്കെ
ഇതന്നെ എടുത്തോ, പൊട്ടെടുത്തില്ലേ എന്നോട് എടുത്തോ, മറ്റേ എടുക്കല്ലോ കേട്ടോ. എന്നിട്ടെന്താടാ അവിടെ നിന്ന് തന്നെ കാണൂല ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ അപ്പൊ ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മളെ മലപ്പുറം ഭാഗത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ കുഞ്ഞോളെ. ബീഫ് വാങ്ങും കൊറേ ആയി ബീഫ്. ബീഫ് ഉണ്ടാകുമ്പോ കൊറേ ആയി ബീഫ്. ഇന്നലെ ബീഫ് നിന്നിട്ടുള്ളൂ. ബീഫ് അതിനൊക്കെ ഒരു ഇതില്ലേ നമ്മള് പെരിയിലുണ്ടാക്കണ ബീഫിന്റെ. ഓക്കെ, അനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഇങ്ങോട്ട് പറഞ്ഞൂടെ? ഞാൻ വാങ്ങി തരൂലല്ലോ. മീനുണ്ട് കുറച്ചേ, ഒരു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ മീന്. വെള്ളിയാഴ്ച കുഞ്ഞോളെ, വെള്ളിയാഴ്ച നമ്മള് മലപ്പുറംകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പള്ളിക്ക് പോയിട്ടില്ലേലും വേണ്ടിയില്ല ബീഫ് വാങ്ങണം. ബീഫ് വാങ്ങണം. അത് ഞങ്ങള് തറവാട്ടുകാർക്ക് പണ്ട് മുതലല്ലേ ശീല. ഇത് പള്ളി പോകാതിരിക്കലല്ല കേട്ടോ ബീഫ് വാങ്ങല്. അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെ എങ്ങനെങ്കിലും ബീഫ് ആണെങ്കിലേ അപ്പടുത്ത മീൻകറി ഉണ്ട്. ഇന്നത്തെ മീൻകറി അല്ലേ? അപ്പൊ നമ്മളെങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇടുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓംപ്ലേറ്റ് ഇടണം. വെറുതെ എന്തെങ്കിലും കാട്ടിയാൽ തിന്നലല്ല, ഇതിനൊരു കണക്ക്. ഇപ്പൊ കണ്ടങ്ങള് അപ്പത്തിന്റെ ഉള്ളിലായ ഓംപ്ലേറ്റ് പുതിയ കണ്ടുപിടിച്ച ഇബ്രുങ്ങളെ മാതിരി ഇങ്ങനെ മടക്കി 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 സാൻഡ്വിച്ച് ആക്കിയാണ്ടോ. ബ്രോസ്റ്റ് വാങ്ങിയാല് ബർഗർ ആയി തിന്നു. കുബൂസിന്റെ ഉള്ളില് ഫ്രഞ്ച് ഫ്രൈസും. പിന്നെ അഥവാ അവന് ബർഗറോ വാങ്ങി കൊടുക്കുന്നതായിട്ടാണ് അതിന്റെ ബെന്നാണ് പൊളിച്ചിട്ട് അതിനുള്ളിൽ ഓരോ സാധനം സെപ്പറേറ്റ് അപ്പൊക്കെ തിന്നണ മാതിരി തിന്നും. അതാണ് ഇബ്രാഹിം ഖുറേഷി. ഇബ്രാഹിം ഖുറേഷിയോ ഇബ്രാഹിം ഇബ്രാഹിം ലോധി എന്നല്ല നമ്മൾ ആദ്യം പറഞ്ഞത്. കാലി ഇബ്രാഹിം ലോധി, ഇബ്രാഹിം ലോധി, ഇബ്രാഹിം ലോധി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. അങ്ങനെയല്ലേ ഓനെ വിളിച്ചിരുന്നത്. ഇതാവുമ്പോ എന്താ പറയുക, ഒരു അപ്പം ഒരു ഡബിൾ ഓംപ്ലേറ്റും കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹെൽത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ. അതിനാണ് ഞാൻ അതിനൊരു ഗ്ലാസ് പാല് കൊടുത്തോളി. ഗ്ലാസ് അതിന് അടല്ലേ ഇതൊന്ന് ഒരു ഗ്ലാസ് ഇല്ലാത്ത വീടാ കഴിച്ചത്. ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. അവിടുന്ന് ആ ചോറ് ഊറ്റുന്ന സാധനവും കൊണ്ടുപോവാ കേട്ടോ. ചോറ് ഊറ്റണേ ഇതേ യോ 8:51 വേഗം കൊണ്ടുപോവാ, വേഗം കൊണ്ടുപോവാ. 8:51 ഓല വിളിച്ചിട്ട് പോയുണ്ട്. അപ്പം രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല്. ഞങ്ങളൊക്കെ പൈസക്കാരായതുകൊണ്ട് ഞങ്ങൾ രാവിലെ പാല് ഇപ്പോൾ കുടിച്ചു. ഇനി ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പോയിങ്ങാണ്ട് പെരീക്ക പോയി കച്ചറുണ്ടാക്കണ്ട. ഏറ്റവും രാവിലെ അൻസിപ്പൊക്കെ തിന്നണമായ ഡബിൾ ആംപ്ലേറ്റും പാലും വേണം പറഞ്ഞാണ്ട് പള്ളർഷം കിട്ടും മാരടുത്ത് നിന്ന് അടിയില് തിന്നാനല്ല. ഞങ്ങളൊക്കെ പണ്ട് മുതൽ റിച്ച് ഫാമിലിയാ. ഇപ്പൊ തൊള്ള നിറച്ച് കിട്ടിയോ പൊള്ളിയോ? പാചക ചൂടുണ്ട്. അങ്ങനെ ചൂടാറേ ചിലപ്പോ ഞങ്ങൾ കുടിച്ചില്ല. ഞാൻ പിന്നെ എനിക്കെപ്പോഴും ഫ്രഷിന്റെ ആളായാ. ഫ്രഷ് വേണം എനിക്ക്. ചൂടാറിയ പാല്, പിന്നെ അതേപോലെ ഉണങ്ങിയ മുന്തിരി. ഉണക്ക മുന്തിരി ഒന്നും തിന്നൂലല്ലേ ഞാൻ. അതേപോലെ ഉണക്കമീൻ തിന്നൂല. കാരണം എനിക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം. അപ്പൊ ഈ പാലന്നെ ഞാൻ തണുത്ത പിന്നെ ഞാൻ കുടിച്ചൂല. എനിക്ക് അങ്ങനെ സ്വഭാവമുള്ള ദേഷ്യം കയറി വെച്ചു. പിന്നെ എനിക്ക് ദേഷ്യം കയറി നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ തിന്ന ദേഷ്യം കയറി പിന്നെ ഇങ്ങനെയൊക്കെ തിന്ന. ഞാൻ അവരെ പോയി വിളിച്ചട്ടോ അബ്രൂന രണ്ടാളെയും കളയല്ലേ മുട്ട. മുട്ട ചൂടാണ്, അവർക്ക് ചൂടാറാൻ വെക്കണല്ലോ. വെള്ളത്തിലിട്ടോളാ അതേ കൂട്ടി. എനിക്ക് തിന്നാള്
2 കോഴിമുട്ട ഉണ്ട് പുഴുങ്ങിയത്. 2 എണ്ണല്ല ട്രെഡി. ആ 1.5. കാരണം 2 എണ്ണം ഉള്ളത് 1.5 അച്ചും കുഞ്ഞു അല്ല 3 എണ്ണാവും. അപ്പൊ നിങ്ങൾ മുട്ട 2 മുട്ട ഇപ്പൊ ഓൾറെഡി നിങ്ങൾ തിന്നു. നിങ്ങൾക്ക് ഇല്ല എന്നാ ശരിക്കും ചേച്ചി വേണ്ട, 1 മതി പുഴുങ്ങിയത്. ഓക്കെ ഗൈസ്. മുട്ട ഉണ്ടായാലേ കുട്ടികൾക്ക് കൊടുത്ത രാവിലെ ഒരു മുട്ടയും 1 ഗ്ലാസ് പാലും. ഇനി പപ്പൊന്നും തിന്നില്ലല്ലോ. ഔദന അതേമാതിരി പഴം, നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതേമാതിരി ഞമ്മള് ഓലെ വിളിക്കാൻ പോലെ. ഞാൻ പെണ്ണുങ്ങളാ അപ്ലൈ ഗൈസ്. AC ഓഫാക്കാൻ പറഞ്ഞു. ഇവിടെ നമ്മളെ റൂമിലാണ് തണുപ്പ്. ഇവിടെ റൂമിയാല് ഇബ്രൂനപ്പ മദ്രസിൽ നിന്ന് വെള്ളിയാഴ്ച അല്ലേ കുട്ടിയെ? ഇപ്പോഴല്ലേ വെള്ളിയാഴ്ച? മദ്രസ വിട്ടു കാത്ത് കുത്തിർക്ക. നീച്ച് അബ്രോ നീച്ച്. നീച്ചാണിയോയ് 3 മക്കളെ. മദ്രസില്ല, ഇബ്രാൻ ഉറങ്ങിക്കോ. സ്കൂളില്ലേ? ബാ നീച്ചു. ഇബ്രാഹിം 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 കുട്ടിയാ പായിട്ടിട്ടില്ലേ? ഇബ്രു നീച്ച. ഏയ് 9 മണിയായി. അന്നേ മദർ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞാണ് മൂല്യരോട് ഇന്ന് ഇബ്രു വരൂല. എനിക്ക് പറഞ്ഞാല് മെഷീന്റെ കുട്ടിക്ക് അടുത്ത മാസം കാണാം കേട്ടോ. അവിടെ ഇരിക്കല്ലേ, നീച്ച്. ഇവിടെ നീച്ച. ബാ ബാത്റൂം കടന്നാൽ നിന്നുറങ്ങ. അബ്രു കുട്ടിയെ, അബ്രുവാ നടക്ക്. അബ്രു കുട്ടിയെ, പിന്നെ വിജയ് സ്കൂളിലേ നല്ലോണം പഠിച്ചിട്ടുണ്ട് എന്നാട്ടാ ടീച്ചർ പറഞ്ഞത്. എന്നെ കുറിച്ച് ഇരിക്കണ്ട, ഊഞ്ഞാലിരിക്കണ്ട. നീച്ചൂട് നീച്ചൂട്. കാല്. അബ്രു കുട്ടിയെ നീച്ചാലേ സ്കൂളിൽ നല്ലോണം പഠിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് ടീച്ചറ്. അതുകൊണ്ട് എനിക്കൊരു സ്കൂൾ വിട്ട് തന്നിട്ടേ എനക്കും ഇബ്രുവിനും ഇവിടെ വാ. ഇബ്രുവും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ടീച്ചർമാര്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ഇന്ന് സ്കൂൾ വിട്ട് വന്നിട്ടേ ടീച്ചർമാർ പറഞ്ഞേ ഓരോ ഉമ്മ തരാൻ ഇൻ്റെ വക. അത് ഞാനിപ്പോൾ തന്നെ തരികയാണ്. സ്കൂൾ വിട്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പാഞ്ഞു വന്നിക്കണേ എന്തോ കാര്യപ്പെട്ട സാധനം കിട്ടും കരുതിച്ചേ, സമ്മാനം കിട്ടും കരുതിച്ചേ. ഇപ്പൊ പറയണ കളി മാണ്ട നിൽക്കേ. എന്തിന്റെ കുട്ടിക്ക് വേണ്ടത്? ഏടാ എടാ പല്ലേക്ക് ബ്രോ പോയിങ്ങാണ്ട്. എടാ എടനെ പോയി കുളിച്ച് ഇതാക്കാൻ പറഞ്ഞോട്. മതി 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 മതി. കൊഞ്ചലൊക്കെ പിന്നെ അതിനോടെ നേരല്ല കേട്ടോ. കൊഞ്ചാനും ഇവിടെ നേരല്ല. എനിക്ക് പുതിയ ഫ്രണ്ട് ഉണ്ടേ. ടീച്ചർ പറഞ്ഞേ ഇന്നലെ പുതിയൊരു കുട്ടി വന്നതിന്. അപ്പൊ ആ കുട്ടിക്ക് എല്ലാരോടും വർത്താനം പറയാൻ മടിയാണ്, പേടിയാണ്. അപ്പൊ കുട്ടീനെ ഞാൻ വേഗം അബ്രാം ഖുറേഷിന്റെ അടുത്ത് ഇരുത്തി. അബ്രു ആവുമ്പോ എല്ലാരായിട്ടും മിങ്കിളാവും. അബ്രുവിനോട് പറഞ്ഞു ടീച്ചർ ഇവൻ എൻ്റെ അടുത്ത് ഇരുന്നോട്ടോ, ഓനെ വർത്താനൊക്കെ പറ, എൻ്റെ ഫ്രണ്ടാട്ടോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാനോട്. ഞാൻ കുട്ടീനോട് നല്ലോണം വർത്താനം പറയണം കേട്ടോ. ഇജിന്റെ ഫ്രണ്ടാണ് പറഞ്ഞോണ്ടിട്ടോ അവനോട് കേട്ടോ. പുതിയ ഫ്രണ്ട്. ആ കുട്ടിയെ ഗൾഫിലേനേ, ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നാണ് പുതിയത് അവിടെ വേറെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ഞങ്ങൾക്ക് ഇത് ഗൾഫിൽ നിന്ന് വന്നാണ്. മിങ്കിളാണ് കാര്യത്തിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാ ഞാൻ പോയി കുളിച്ചോളി. എന്നാ ബീഫ് വെള്ളിയാഴ്ച ബീഫില്ലായിട്ടേ. ബീഫ് അതിനെങ്ങനെ തരാ? എൻ്റെ ഒക്കത്താക്കണൊരു മട്ടൺ കുത്തിരിക്കണ്. പിടിച്ചാ
കഴിയോ ആ പിടിച്ചേ എന്ത് പിടിച്ചേ ഓനൊന്നും നോക്കണ്ട പിടിച്ചൂടാണ്ട് ആ അതിനുള്ള ബലമൊന്നുമില്ല ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ബീഫ് ഇല്ലെങ്കിൽ ഒരു ഇടങ്ങേറാ, പ്രത്യേകിച്ച് കുഞ്ഞോക്ക്. അതേപോലെ അബ്രുവിന് ബീഫ് ഇഷ്ടല്ലേ? എന്നാ തിന്നരുത് കേട്ടോ. എന്ത് ഓനക്ക് ഇഷ്ടമാണ്. ഇബ്രുവിന് എന്താണ് വെള്ളിയാഴ്ച ബീഫ് വാങ്ങുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? നല്ലതല്ലേ? എന്നാ നീച്ചോളി ബസ് തരാനേക്ക് അങ്ങനെ പിന്നോട്ട് ആ കടന്നോട്ടെ. ഓനെ പറിച്ചിടാൻ വേണ്ടി ഓനെ പറിച്ചാൻ നോക്കുകയാണ്, അത് കിട്ടണില്ല. അപ്പൊ എൻ്റെ ഡയലോഗ് ഞാനത് പറിച്ചിടും മെച്ചി, എൻ്റെ ആവശ്യം തന്നെ പറിച്ചിടലാണ്. എന്ത് അല്ലേ? എന്ത് വാങ്ങി വെക്കുന്നോ? ആ പാവണ്ട്. എന്നാ ബെല്ലടിച്ചാനയക്കണേ, വേഗം വിട്ടോളി. ഓക്കെ, ബെല്ലടിച്ചാൽ ബസ് വരുന്നുണ്ട്. പോട്ടെ. ബസ് എന്താ എത്ര നേരമായിട്ട് വരാത്ത? ആ ശുഭ റോട്ടിക്ക് പോയല്ലേ? അത് വല്യമ്മയുണ്ടേ. ഇതെന്താ ഞാൻ ഒറ്റക്കായിരുന്നേ? റോട്ടിക്ക് പോയല്ലേടാ? ഇനായാ ഒറ്റക്ക് ഇങ്ങനെ പോരുക? എവിടേക്കാണ്? ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട്. പിന്നെ ആരെപ്പോഴാ പോന്നേ? ഉമ്മമാൻ്റെ എപ്പോഴോ? അവിടെ വാതിലൊന്നും അടച്ചിട്ടില്ലല്ലോ. എങ്ങോട്ടാ പിന്നെ ഇങ്ങനെ നടക്കണേ? ഉമ്മ പോയോ ട്രിപ്പ്? അതിപ്പോ തന്നെ പോയത്. ഞാൻ ഇപ്പം എന്നൊരു വ്ളോഗ് എടുക്കാം. അരിക്കടേ ഇനായ ജിബ്രാൻ വല്യമ്മ എന്താ അങ്ങോട്ട് പോയത്? തൃശ്ശൂർക്ക് എന്തിന്? എന്താ അവിടെ കാണാന് ഒരു ടൂറേ. പിന്നെ ഞായറാഴ്ച വേറെ എടുക്കോ പോണ്ട്? കൊയിലാണ്ടിക്കോ? എന്ത് ടൂറ്? അതുപോലെ വേറെ ട്രിപ്പ്. ഡയലി ട്രിപ്പല്ലേ ഇപ്പൊ ഉമ്മക്ക്? അന്ന് ഇപ്പയും പോകണ്ടോ? ഇതിനിപ്പ എന്നെ കൊണ്ടുപോയിട്ടില്ല. എന്ത് ഇമ്മാക്കന്നെ ലൈഫ്. അതെ അതെ. അപ്പൊ ഗൈസ് ഇന്ന് വെള്ളിയാഴ്ച ആയതോടെ ബീഫ് വാങ്ങി അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചിന്. എന്താ ഇക്കണാവോ? പുല്ല് എന്നോട് ആരവിടെ വെറുതെ നിൽക്കുന്നവരെ? അതിന് കൈക്കോട്ട് ചൂലേട്ടൻ ആരെങ്കിലും വിളിച്ചൊരു ചേർത്തണം. നമ്മൾ നാളെ നിന്നാലോ? നമ്മൾ നാളെ ചെത്തിയാലടി ഫുള്ളായിട്ട് പുല്ല്. നിങ്ങൾ എപ്പോഴും പറയും നിങ്ങൾക്ക് നാളെ ആവൂല. അത് ആരെങ്കിലും ഒരാൾ ചെത്തോളം നിങ്ങൾക്ക് നാളെ ആവൂല. നാട്ടുകാർ വേണമെങ്കിൽ കണ്ടത് ചെത്തട്ടെ അല്ലേ? കുഴിച്ചിട്ടത് ഏതാ? ആ കൈക്കോട്ട് ഉണ്ടാവില്ലേ? അങ്ങക്ക് കാണിച്ചു കൊണ്ടുപോവാണ്. എന്തിനാണ് ഇപ്പൊ
ഇതിപ്പോ ഞാൻ നാളെ പുല്ലത്തനം കരുതിക്കണേ. ശുഭേ നെക്കിട്ട് ശരിയാക്കായിട്ട ഞാൻ നെക്കിട്ട് ശരിയാക്കായിട്ടില്ല ഇങ്ങനെ നിക്ക അപ്പൊ ഞാൻ പവർ ഓഫ് ആക്കി വെച്ചേ ലൈറ്റ് എത്തണില്ലല്ലോ ലൈറ്റ് എത്തയിട്ടേ ഒറ്റ ഏറ് മേശം വന്ന് അതിനൊക്കെ പൊന്തിച്ചാൻ കഴിയുമല്ലോ. അതിന് പൊന്തിച്ചാൻ കഴിഞ്ഞില്ലല്ലോ പൊന്തിച്ചു പിന്നെത്തി അത് കൊറേ ആയില്ല വെട്ടിട്ട് പോലെ തന്നെ വെട്ടിയത്. എന്താ മുള്ളുത്തുണ്ടോ അവിടെ ഇരുന്നിട്ട് മുള്ളുത്തുണ്ടോ ഉണ്ടാ അവിടെ ഇരുന്നോട്. ആ ഇതാണ് ഈ നായണിഞ്ച കുട്ടി. ഇതാണിഞ്ച കുട്ടി. ഇതാണിഞ്ച കുട്ടി. ഞാൻ മേത്തൂടെ മറിച്ചിട്ടോ. എന്തിനാണത്? കക്കരിക്ക എവിടെ